മീൻകറിയിലെ ഏറ്റവും ടേസ്റ്റുള്ളൊരു മീൻകറി ഏതെന്ന് വെച്ചാൽ അത് കോട്ടയം മീൻകറി തന്നെയാണ് കേട്ടോ. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വയ്ക്കുന്ന ഒരു അടിപൊളി മീൻകറി കേട്ടോ. ഇത് കപ്പയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. അത് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം എങ്ങനെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിന് തന്നെ ചട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ആ കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. നമ്മളിവിടെ വെറും ഒരു പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് ഇതിന് നല്ലൊരു കളറൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം നമ്മളൊരു 4 കുടംപുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ അതിലോട്ട് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാൻ വിടണം കേട്ടോ. അടുത്ത് നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ കേദരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചൂര അല്ലെങ്കിൽ അതിലൊക്കെ വെച്ച് ഇത് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിടിലൻ മീൻകറി റെഡി ആയിട്ടോ. അതും വളരെ എളുപ്പമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കേണ്ടത് കേട്ടോ. നമ്മൾ മറ്റേ മീൻകറി ഉണ്ടാക്കുന്ന പോലെ അത്ര പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കപ്പയുടെ ഒപ്പം കഴിക്കാൻ അന്യായ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫോളോ ചെയ്യുക.